അയ്യോ, ഞാൻ അവിടെ ഇരിക്കുകയാണേ. നിങ്ങൾ നടന്നിട്ട് നിങ്ങളെ വീട് കണ്ടുപിടിച്ചിട്ടേ എന്നെ വിളിച്ചാൽ മതി. ഞാനില്ല. ഈ പെണ്ണുമ്പിള്ളി ആണെങ്കിൽ 5 മിനിറ്റ് പറഞ്ഞപ്പോൾ 1 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇവിടെ വിശ്വസിച്ച് ഞാനില്ല ഇങ്ങോട്ടും. എടാ, ഇനി സത്യമായിട്ട് 5 മിനിറ്റേ ഉള്ളൂ. നീങ്ങ വാ, ഒരുത്തിനും കൂടി നടന്ന വീടെത്തി. ഒന്ന് പോടി അവിടുന്ന്. നീ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. അവിടെ നേരെ നോക്കിയാൽ പോലും ഒരു വീടും ഞാൻ കാണുന്നില്ല. എന്നിട്ടാണ് ഇനിയേ നിന്റെ അടുത്ത് വലിയേട്ടല്ലേ, അയാളെ വിളിക്കി. അയാളെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അല്ലാണ്ട് ഞാൻ വരൂല. അന്നെ വിശ്വസിച്ച് ഞാൻ ഇങ്ങോട്ടുമില്ല. ഓ, ഇവനെ കൊണ്ട് ഇവനോട് ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എടാ, വീട്ടില് വലിയേടത്തി നല്ല ചൂട് ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നാ കേട്ട്. ഇപ്പം പോയാലേ തിന്നാൻ പറ്റും. ഇനിയിപ്പോൾ ഞാൻ വലിയേട്ടനെ വിളിച്ച് വലിയേട്ടനെ ഇവിടെ വന്ന് നമ്മളെയും കൂട്ടി വീട്ടിലെത്തുമ്പോഴേക്ക് കുറച്ച് സമയമാകും. അപ്പോഴേക്ക് അവിടെയുള്ള ആൾക്കാരൊക്കെ ആ ഉണ്ണിയപ്പം നിന്ന് നിർത്തിട്ടുണ്ടാവും. എൻ്റെ കൂടെ വന്നാൽ ഒരു 5 മിനിറ്റ്, ഒരു 2 മിനിറ്റ് കൂടി പോയാൽ എങ്ങനെയാണെങ്കിലും വീട്ടിലെത്തല്ലോ. അപ്പോഴേക്ക് അവിടെ ഉണ്ണിയപ്പം ഉണ്ടാവും, നമുക്ക് കഴിക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? കൂടെ പോയിരുന്നോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നോ? തെണ്ടി, എൻ്റെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ച്. നടക്കാൻ കേട്ട് എൻ്റെ ഒരു വിധി. അല്ലാണ്ട് എന്തിത്താ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു ഇവളന്മാരൊക്കെ വാക്കും കേട്ട് ഇങ്ങോട്ട് പോരണ്ടേ. വീട്ടിലാടിയും കുത്തിരുന്ന മതിന്. എൻ്റെ പൊന്നാകാശ്, നീ ഇങ്ങ് വന്നേ. ഇതൊക്കെ രസല്ലേ? നിനക്ക് രസാവും. നിനക്ക് സോളിൽ നടക്കാൻ ആളുണ്ടല്ലോ. ഞാനതേപോലെയാ. അതിപ്പോൾ എൻ്റെ പ്രശ്നമാണോ നിനക്കാളില്ലാത്തത്? നീ ഒരു കാര്യം ചെയ്യും, ഇവിടെ നിന്നൊരു നല്ല നാടൻ പെൺകുട്ടിനെ അങ്ങ് വളച്ച് സെറ്റാക്കി കൊണ്ടുപോയിക്കോ. അതോർത്തിട്ട് മാത്രം ഈ ത്യാഗം പുള്ളി ഞാൻ ചെയ്യുന്നത്. ഒന്നിനെങ്കിലും കിട്ടിയാൽ മതിയെന്നു. എടാ, സംസാരിക്കണെങ്കിൽ വാ, വീട് കണ്ടുപിടിച്ച്. കണ്ടുപിടിച്ചാ? എവിടെ വീട്? എവിടെ? നീയല്ലേ പറഞ്ഞ നോക്കിയാ കാണുന്നത്? ആടാ, ഈ സ്റ്റെപ്പ് കയറിയാ എൻ്റെ വീടാ. അവിടെ നിന്ന് നോക്കിയാൽ കാണാലോ. സ്റ്റെപ്പ് കയറി കിട്ടണ്ടേ? ഞാൻ ഈ സ്റ്റെപ്പാണ് ഇത്രയും നേരം നോക്കി നടന്നീനെ. ഞാൻ മറന്നുപോയി ഇതെവിടെ ഉണ്ടായിരുന്നു. ബെസ്റ്റ്. ഇത്രയും ഇങ്ങ് നടത്തിച്ച പോരാണ്ട് ഇനി 18ാം പടിയും കയറണോ? ഇത് എന്ത് കഷ്ടമാണ് ദേവിയെ. ഇതും കൂടി കഴിഞ്ഞു. ഉണ്ണിയപ്പം വേണ്ടേ? വാ. ഓ മൈ ഗോഡ്, ഇതാണോ നിന്റെ വീട്? നീ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. ഈ സിനിമയിലേക്ക് തറവാട് പോലെ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എൻ്റെ തറവാട് അടിപൊളിയാന്നും. ഇതിൻ്റെ ഉള്ളിൽ അതൊരു നല്ല ഭംഗിയാ കാണാൻ. മക്കളെത്തിയോ? ഞാൻ മക്കളെ നോക്കി നിൽക്കായിരുന്നു. അല്ല, നിങ്ങൾ ഏത് വഴിക്കാ വന്നേ? അത് ദിവാകരേട്ടാ, ഞങ്ങൾ പാടത്ത് കൂടെ. അതിലൂടെയല്ലേ പിന്നെ വരിക. അയ്യോ എൻ്റെ മോളെ, അപ്പൊ നിങ്ങൾ അത്രയും ദൂരം നടന്നിട്ടാണോ വന്നേ? ഇവിടെ വരെ വണ്ടി എത്തുമായിരുന്നു. ഇവിടുത്തെ റോഡ് ശരിയായിട്ടുണ്ടേ. നിനക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. എൻ്റെ കുട്ടി അത്രയും ദൂരം നടക്കണ്ടില്ലായിരുന്നു. ചേട്ടൻ എന്താ പറഞ്ഞേ? വണ്ടി ഇവിടെ വരെ എത്തുവോ? എടി മഹാപാപി, നിന്നെ ഞാൻ കാണുന്നുണ്ട് ഒരു ദിവസം. നീ എന്തിനാ എന്നെ നോക്കി പഠിപ്പിക്കുന്നു? ഞാൻ തന്നെ എപ്പോഴാണ് ഇവിടെ റോഡ് വന്ന കാര്യം. ഞാൻ വലിയേട്ടനെ വിളിച്ചപ്പോഴും വലിയേട്ടനും പറഞ്ഞില്ലല്ലോ ഈ കാര്യം. അത് നിരഞ്ജ കുഞ്ഞു മോളോട് പറയാൻ മറന്നുപോയതാവും. ഇനി അത് നോക്കിയിട്ട് കാര്യമില്ല. മക്കൾ ചെല്ലും. ഉള്ളിലെല്ലാവരും നിങ്ങളെ കാത്തിരിക്കുക. വലിയേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വാ. വന്നോ? പുറത്ത് ശബ്ദം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. എന്താടി വരാൻ നേരം വൈകിയേ? അതെ, അത് ഞങ്ങൾ ഈ പാടൊക്കെ ഒന്ന് കണ്ടു വന്നതിൻ്റെയാ. അല്ല, ബാക്കിയുള്ളവരൊക്കെ അവിടെ കാണാനില്ലല്ലോ. ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു എല്ലാവരും. കുറച്ച് മുന്നേ വലിയേട്ടൻ എന്തോ അത്യാവശ്യം വന്നപ്പോൾ പുറത്തേക്ക് പോയി. നിതിനേട്ടൻ കുളിക്കുക. അമ്മയും അച്ഛനും പിന്നെ കാവലും പോയി. ചിത്രേച്ചി അടുക്കളയിലുണ്ട്. എന്നങ്ങ് മാറി നിൽക്കും. ഞാൻ എൻ്റെ വലിയേട്ടത്തിനെ പോയി കാണട്ടെ. മുമ്പ് തന്നെ വന്ന് നിൽക്കുക. അതെനിക്ക് അറിയടി. നിനക്ക് നിന്റെ വലിയേട്ടത്തി കഴിഞ്ഞിട്ടേ ഞാൻ ഉള്ളൂന്ന്. നീ എന്തെങ്കിലും കാര്യം പറഞ്ഞു വാ എൻ്റെ അടുത്തേക്ക്. അപ്പം കാണിച്ചു തരാം. ആയിക്കോട്ടെ തമ്പുരാട്ടി. പോണേ ഉണ്ടല്ലേ. എവിടെ പോയാലും അവളെ കുറുമ്പിനൊരു കുറവുമില്ല. നിങ്ങൾ വാ, ഞാൻ നിങ്ങൾക്ക് റൂം കാണിച്ചു തരാം. എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്ക് ചായ കുടിക്കാം. ചേച്ചി.
വലിയേട്ടത്തി. சட்டம் நீயே, எதிர்வரும் திட்டம் நீயே, നാനാകിരേ. ആ കാന്താരി എത്തിയോ? ഞങ്ങൾ എത്ര നേരം കാത്തുനിന്നറിയോ? നീ എന്ത് നേരം വൈകി? അതൊന്നും പറയണ്ട വലിയേട്ടത്തി. ആ വലിയേട്ടങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. വലിയേട്ടൻ കാരണമാണ് നേരം വൈകി. കണ്ണേട്ടനോ? കണ്ണേട്ടൻ എന്താ അതിന് ചെയ്ത്? ഹാ, നിങ്ങളെ കെട്ടിയോൻ ഇവിടെ പുതിയ റോഡ് വന്ന കാര്യം എന്നോട് പറഞ്ഞില്ല. എന്നിട്ട് ഞങ്ങൾ ആ പാടം ഫുള്ള് കറങ്ങി തിരിഞ്ഞ് എനിക്കാണെങ്കിൽ വഴി ഓർമ്മയില്ല. ഈ സ്റ്റെപ്പിൻ്റെ മുമ്പിൽ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത്. വരട്ടെ ഇങ്ങോട്ട് കാണിച്ചു കൊടുക്കാം. ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? എന്നാൽ ഞങ്ങൾ അവിടുന്ന് ടാക്സി വിളിച്ചുകൊണ്ട് എത്തൂലേ? അപ്പോൾ എത്ര നേരം ലാഭിക്കാം? ഇത് എനിക്കാകെ വഴി മറന്നുപോയി, ആകെ പെട്ടുപോയി വലിയേട്ടത്തി. അയ്യോ, അത് സാരല്ലടാ, കണ്ണേട്ടൻ മറന്നുപോയതാവും. നീ എന്തായാലും ഒന്ന് കുളിക്കേ, അപ്പേക്ക് ചായ എടുത്തു വെക്കാം. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാവില്ലേ? അവളോടും വേഗം കുളിച്ച് വരാൻ പറ. ആ, എനിക്ക് വിശക്കുന്നുണ്ട്, അവൾക്കും വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം കുളിച്ച് വരാം. പിന്നെ നിങ്ങളെ കെട്ടിയവരൊന്നും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു നോക്കണ്ട. മൂപ്പരക്കാര്യം തീരുമായി. അല്ല, എപ്പോൾ വരും? അതിനെ പറ്റിയൊന്നും എനിക്കറിയില്ല. എന്തോ അത്യാവശ്യം ഉണ്ടെന്നും പറഞ്ഞ് പോയതാ. ചിലപ്പോൾ ഇനി രാത്രി നോക്കിയാൽ മതിയോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെയോ, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് വരത്തില്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല. ആകെ ഉള്ളൊരു പെങ്ങൾ വന്നതല്ലേ, ചിലപ്പോൾ ഇപ്പം തന്നെ വരാൻ മതി. ഓ, വന്നാൽ മതിയേനു. എന്നാലേ ഞാൻ വേഗം പോയി കുളിച്ച് വരാം. ഓ, ഈ പെണ്ണിൻ്റെ കഥ ഇവിടെ തീർന്നില്ലേ? അവിടെ അവരെ കുളിച്ച് കഴിയാനായി തോന്നുന്നു. കുറേ നേരമായി. നീ പോയി കുളിച്ചേ. ആ, വന്നോ? വലിയേട്ടത്തിക്ക് അറിയോ, ഈ കൊച്ചേട്ടത്തിക്ക് നമ്മളോട് വലിയ അസൂയ. നമ്മൾ മിണ്ടുന്നൊന്നും അത്ര ഇഷ്ടമല്ല. അതാ ഇടയ്ക്കിടയ്ക്ക് വന്ന് കണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. എടി പെണ്ണെ, നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങും. മര്യാദയ്ക്ക് പോയി കുളിക്കടി. ഇനി ചേച്ചി നോക്കിക്കോ, ഈ വീട് അവൾ തല കുത്തനെയാക്കും. എടി, അവൾ കുഞ്ഞല്ലേ, നീ വിട്ടേക്ക് അതൊക്കെ. വന്ന് കയറിയപ്പോൾ തന്നെ രണ്ടും പാടൊന്നും ഉടക്കിയില്ലേ? ഇങ്ങനെ ഉടക്കാൻ നിന്നാലേ അവളിവിടെ നിൽക്കുമ്പോൾ മുതൽ ഇങ്ങനെ തല്ല് പിടിക്കാൻ നിങ്ങൾക്ക് രണ്ടാക്കും നേരം ഉണ്ടാവുള്ളൂ. ഓ, അനിയത്തി വന്നപ്പോൾ ഞാൻ ഔട്ടായില്ലേ? അവിടെ അങ്ങനെ തന്നെയായിരുന്നു. വലിയ ഏട്ടത്തെ മതിയായിരുന്നു. ആ, ഇനി രണ്ടാളും എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു വാ, ഞാൻ കാണിച്ചു തരാം. ഞാൻ പോവാ. വന്നതും കണക്കാ, പോയതും കണക്കാ. വാ, നമുക്ക് ഒരുമിച്ചിരിക്കാം. ചേച്ചിമാരിരിക്കേ. ആ, ഞാൻ കഴിച്ചതാടാ, നിങ്ങളിരുന്ന് കഴിച്ചോ. പിന്നെ ചേച്ചി കഴിച്ചിട്ടൊന്നുമില്ല, പക്ഷേ നിങ്ങളിപ്പോൾ നോക്കണ്ട. വലിയേട്ടൻ ഇവിടെ നിന്ന് കഴിക്കാണ്ടേ പോയെ. അപ്പം വലിയേട്ടൻ വരാണ്ടെനി ചേച്ചിക്ക് വെള്ളമൊന്നും ഇറങ്ങത്തില്ല. അഞ്ചു, മിണ്ടാണ്ട് നിൽക്കാം അവിടെ. ഓ, ഞാനൊന്നും പറയുന്നില്ലേ. എൻ്റെ പൊന്നെ വലിയേട്ടത്തി, ആ കടുവേനെ കാത്തുക്കാനാണെങ്കിൽ ഈ കാലം മുഴുവൻ കാത്തുക്കേണ്ടി വരും. വലിയേട്ടത്തി വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. കുറേ ആയില്ലേ ഒരുമിച്ച് കഴിച്ചിട്ട്. ഓ, എന്നെ കൂട്ടാൻ ഇവിടെ എല്ലാവരും ഫുഡ് അടിക്കാൻ തുടങ്ങിയോ? ആ, വന്ന അവസാനം. അല്ല, ഇത്രയും നേരം കുളിക്കാൻ താനെന്താ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന പോത്തോ? അറിയാണ്ട് ചോദിക്കാം. ഞങ്ങൾ വന്നിട്ട് എത്ര നേരമായി? ഞങ്ങളെ കുളി വരെ കഴിഞ്ഞു, എന്നിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. നീ പോടി. കുറച്ച് വൃത്തി നനയുള്ളവരൊക്കെ കുറച്ച് നേരം എടുത്തിട്ടാ കുളിക്കുക. നിന്നെപ്പോലെ കാക്കക്കുളിയെ കുളിച്ചു വരാൻ എന്നെ കൊണ്ട് പറ്റൂല. വന്ന് കയറിയില്ല, ചുള്ളിക്കാൻ പപ്പേ തുടങ്ങി. താൻ പോടെ കോയി കുഞ്ഞേ. നന്ദു, നീ മിണ്ടാണ്ടിരുന്നേ. ഭക്ഷണത്തിന് മുമ്പ് നാളടി ഉണ്ടാക്കുന്നത്. എടാ, നിനക്ക് ഭക്ഷണം വേണ്ടേ? വന്നിരിക്കേ, വിളമ്പിത്തരാം. ആ അഞ്ചു, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ തെക്കേ ഭാഗത്തുള്ള റൂമൊന്ന് വൃത്തിയാക്കണം. അപ്പു വരുന്നുണ്ട്. അമ്മയും അച്ഛനും കാശിക്ക് പോവുക. 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അവനൊറ്റയ്ക്ക് ആ വീട് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അമ്മേനോട് പറഞ്ഞേ അവനെ ഇങ്ങോട്ട് വിട്ടേക്കാൻ. ഇവരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പം അവനൊരു കൂട്ടായി. അതുകൊണ്ട് അവന് ഇന്നോ നാളെയായിട്ടോ ഇവിടെ എത്തും. ആ, അതെന്തായാലും നന്നായി ചേച്ചി. അവനോട് ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ. ആ റൂമൊന്നും അടിച്ചു തരാനേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ കഴിയും. ഓ എൻ്റെ ഭഗവാനെ, ആ മരക്കൂടം വരുന്നുണ്ടോ? മൂട് പോയി. എന്താടി, ആരായി അപ്പോൾ? ഓ, അതൊക്കെ ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് പറയാം. ചിത്ര, അഞ്ചു. ആ അമ്മ വരുന്നു. ആ എടി, നന്ദു വന്നോ?
ആ വന്നമ്മേ, കുറച്ചു നേരമായി. ചായ കുടിച്ചപ്പോൾ മുകളിലേക്ക് കയറിയതാ. ആ ആണോ? പിന്നെ അവൻ നടന്നിട്ടാ വന്നേ? ദിവാകരൻ എന്നോട് പറഞ്ഞു അവൻ നടന്നിട്ടാ വന്നെന്ന്. ആ അച്ഛാ, അവല് നടന്നിട്ടാ വന്നേ. ഇവിടെ റോഡ് വന്ന കാര്യം നന്ദു അറിഞ്ഞില്ല. കണ്ണേട്ടൻ പറയാൻ മറന്നും പോയിണ്ടാവും. അതുകൊണ്ട് ആ മക്കൾ ആ പാടം ഫുള്ള് കറങ്ങിയിട്ടാ വന്നേ. അയ്യോ, എത്ര നടന്നിട്ടുണ്ടാവൂലേ പാവങ്ങളും. സാരല്ല, അവിടെ ഫുള്ള് വണ്ടിയിലല്ലേ പോക്ക്. ഒന്ന് നടക്കുന്നൊക്കെ നല്ലതാ. അച്ഛാ ഞാൻ വന്നു. അതെന്താടി അങ്ങനെ എടുത്ത്? എൻ്റെ കണ്ണെന്ന തിമിരണ്ടോ? ഞാനിവിടെ നിൽക്കുന്ന കണ്ടൂടെ നിനക്ക്? ഓ ഈ അമ്മേനെ കൊണ്ട്. ഞാൻ അച്ഛനെ കണ്ട എത്ര ദിവസമായി. അമ്മേനെ ഞാൻ എന്നും വീഡിയോ കോൾ വിളിക്കുന്നതല്ലേ. അച്ഛൻ എനിക്ക് അങ്ങനെ കിട്ടല് പോലില്ല, അതുകൊണ്ടാ. ഓ വലിയ കാര്യമായിപ്പോയി. അല്ല, നിന്റെ കൂടെ വന്ന ബാക്കി മക്കളൊക്കെ എവിടെ? ഞങ്ങളിവിടെ ഉണ്ട് ആൻറ്റി. നിങ്ങൾ സംസാരിക്കല്ലേ വെച്ചാൽ മാറിന്നതാ. ഓ നിങ്ങളങ്ങനെ മാറി നിൽക്കൊന്നും വേണ്ട മക്കളെ. ഇവരോടൊക്കെ എന്ത് സംസാരിക്കാനാ? അല്ല, നടന്നിട്ട് കാലവേദന ഒന്നുമില്ലല്ലോ അല്ലേ? ഏയ് ഇല്ല ആൻറ്റി, ഞങ്ങൾക്ക് ഇതൊക്കെയാ ഇഷ്ടം. ഞങ്ങൾക്ക് വണ്ടി പോകുന്നതിനേക്കാളും നടക്കുന്നതാ ഇഷ്ടം. എപ്പോ തൊട്ട്? ആ വലിയേട്ടനെത്തിയല്ലോ. ഓ മൈ ഗോഡ്, എന്ത് ഭംഗിയാ കാണാൻ. ഓ എൻ്റെ അത്രയൊന്നുമില്ല. നീ പോടാ, നീയൊക്കെ വെറും വേസ്റ്റാ അങ്ങനെ മുമ്പിൽ. ഒന്ന് കെട്ടിപ്പോയി അല്ലേ, ഒന്ന് ശ്രമിക്കായിരുന്നു. അപ്പൊ ഞാനോ? നീ ഒറ്റടിക്കനെ തേക്കിയോ? നീ എവിടേക്കാണ് രാവിലെ തന്നെ ചാടിത്തുള്ളി പോയത്? ഒന്നും പറയാണ്ടേ? ഓ അതച്ഛാ, കുറുപ്പമാശ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരത്യാവശ്യത്തിന്, അതിന് വേണ്ടി പോയതാ. ഓ ആണോ? അല്ലടാ, നീ എന്താ ഈ കൊച്ചിനോട് റോഡ് റെഡിയായ കാര്യം പറയാഞ്ഞ്? ഈ കൊച്ചുങ്ങളൊക്കെ നടന്നു വന്നതാ. ഓ ആ അത് ഞാൻ മറന്നു പോയതാ അച്ഛാ. മറന്നു പോയിക്കോ യു ബ്ലഡി ബിഗർ. അയ്യോ, സൗണ്ട് കൂടിപ്പോയോ? കുറച്ചു കൂടി പോയെന്നാ തോന്നുന്നത്. അതുണ്ടല്ലോ വലിയേട്ടാ, ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാലേ, വലിയേട്ടൻ എന്നെ അങ്ങനെ അങ്ങ് മറക്കാൻ പാടില്ലായിരുന്നു. അത്രയും വലിയ ലഗേജ് ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ നടന്നപ്പോഴേ ആകെ വയ്യാണ്ടായിപ്പോയി, അതാ. ആ അത് ഞാൻ ഓർത്തില്ല. ഈ റോഡ് പണി ഇപ്പോഴല്ലേ കഴിഞ്ഞേ, അപ്പോൾ അതിനെപ്പറ്റി വലിയ ഓർമ്മ വന്നില്ല. കുറച്ച് നടന്നെന്ന് വെച്ചാൽ ഒന്നും പറ്റാനൊന്നും പോകുന്നില്ലല്ലോ. റോഡ് ഇപ്പോഴല്ലേ വന്നേ, അതിനു മുമ്പ് ആ സ്ഥലത്ത് കൂടെ തന്നെയല്ലേ നടക്കണ്ടായിരുന്നത്. നടക്കുന്നത് എപ്പോഴും ആരോഗ്യത്തിന് നല്ലതാണ്. ഇയാളെ കൊണ്ട് ഇയാളൊക്കെ എങ്ങനെ എൻ്റെ ഏട്ടനായി തന്നെ വന്ന്? വലിയേട്ടത്തി എന്തിനാ ചിരിക്കുന്നത്? വേറെ ആര് ചിരിച്ചാലും വലിയേട്ടത്തി ചിരിക്കല്ലേ. ഓ അയാൾ ആരാന്ന് അയാളെ വിചാരം? വലിയ കോലത്തെ തമ്പരാൻ വന്നിരിക്കുന്നു. ചിത്ര, ആ അതാ വരുന്നു. നീ വാടി വെള്ളോട്ട്. നിനക്കറിയില്ലേ നിന്റെ വലിയേട്ടൻ്റെ സ്വഭാവം? വലിയേട്ടത്തിനെ ഓർത്തിട്ട് മാത്രം, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം അറിഞ്ഞാനേ. നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഓ വലിയേട്ടാ, ഇനി ചേച്ചി മാത്രമേ കഴിക്കാനുള്ളൂ. ആ എന്നാൽ നിങ്ങൾ രണ്ടാളും കൂടി കഴിക്കി. ഞങ്ങളപ്പോഴേക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറി വരട്ടെ. എന്നാൽ നിങ്ങളെല്ലാം കൂടി കഴിച്ചോളി, ഞങ്ങളിതാ അവിടെ ഇരിക്കണ്ടാവേ. എടി അഞ്ചു, ഒരു പ്ലേറ്റ് എനിക്ക് കൊടുത്തു. നേരത്തെ കഴിച്ചാലേ എനിക്കിപ്പോൾ വിശക്കുന്നു. ഒരു കുറ്റി ഫുള്ള് പുട്ട് തിന്നിട്ട് ഇനിയും വിശപ്പോ? അതെന്താ, എനിക്ക് വിശന്നൂടെ? നീ ഇങ്ങ് പ്ലേറ്റ് എടുത്ത്. എടി അവന് പ്ലേറ്റ് കൊടുക്കുക, അവൻ കഴിച്ചോട്ടെ. അങ്ങനെ അങ്ങ് പറഞ്ഞു കൊടുക്കുക ഏട്ടത്തി. നിനക്ക് എന്നോട് എന്തേ പറയാനുണ്ടോ? അത് കണ്ണേട്ട, അപ്പു അങ്ങ് വരുന്നുണ്ട്. അമ്മയും അച്ഛനും കാശിക്ക് പോവുക. 2 ആഴ്ച കഴിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ അപ്പു ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവന് വന്നു കഴിഞ്ഞാൽ അവനൊന്ന് കൂട്ടിക്കൊണ്ടുവരാൻ. ആ ഏട്ടത്തി, അതാണോ കാര്യം? അത് ഞാൻ പോയിക്കോളാം. ഞാൻ അവിടെ വെറുതെ ഒത്തിരിക്കല്ലേ, അപ്പൂനെ കൂട്ടിക്കൊണ്ടുവരാൻ എനിക്കെന്താ പ്രയാസം? ആ ഞാൻ എന്നാൽ അവനെ വിളിച്ച് പറയാം നീയാ വരുന്നതെന്ന്. അപ്പോൾ അവൻ നിന്നെ വിളിച്ചോളും. ആ ഏട്ടത്തി.
എൻ്റെ മോളെ, നീ ഭയങ്കര ലക്കിയാ. 2 നാത്തൂന്മാരുണ്ടായിട്ടും വലിയ നാത്തൂമ്പേരൊന്നുമില്ലല്ലോ നിങ്ങൾ തമ്മിൽ. നാത്തൂമ്പേര് അത് ഞാനുണ്ടാക്കിയാലും അവളുണ്ടാക്കില്ല, അതാ പ്രശ്നം. കൊച്ചേടത്തിയായിട്ട് ചെറിയ ചെറിയ തമാശയ്ക്കുള്ള തല്ലുണ്ടാക്കുന്നേ ഉള്ളൂ, അല്ലാണ്ടൊന്നുമില്ല. വലിയേടത്തിയായിട്ട് അതുമില്ല, അതൊരു പാവ. എന്തൊരു ബുദ്ധിമുട്ടാ മോളെ ഈ വലിയടത്തി കൊച്ചേടത്തി എന്നിങ്ങനെ പറയാൻ. നീ ഇട്ടതാണോ അത് അവൾക്ക് പേര്? ഞാനിട്ടതാണോന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല. വലിയേട്ടൻ കല്യാണം കഴിച്ച് വന്ന ടൈമിൽ ഞാൻ വലിയേട്ടത്തിനെ ചേച്ചീന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നേനെ. പിന്നെ കൊച്ചേട്ടൻ ഏട്ടത്തിന്ന് വിളിക്കുന്ന കേട്ടിട്ടാണ് ഞാനും വിളിക്കാൻ തുടങ്ങി. എനിക്ക് നാത്തൂനാണെന്നറിയാം, എന്നാലും ഞാൻ കൊച്ചേട്ടൻ വിളിക്കുന്ന പോലെ വിളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തേ, വലിയേട്ടൻ്റെ ഭാര്യയല്ലേ, അപ്പോൾ വലിയേട്ടത്തിന്ന് വിളിക്കാമെന്ന്. കാരണം കൊച്ചേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കും, അപ്പോൾ എനിക്ക് 2 ഏട്ടത്തിമാരാവുമല്ലോ. അപ്പം 2 ആളെ ഏട്ടത്തിന്ന് വിളിക്കുമ്പം അവിടെ കുറച്ച് പ്രശ്നമാവൂലേ. അതുകൊണ്ട് ഞാൻ വലിയേട്ടൻ്റെ ഭാര്യനെ വലിയേടത്തിന്നും കൊച്ചേട്ടൻ്റെ ഭാര്യനെ കൊച്ചേടത്തിന്നും വിളിക്കാൻ തുടങ്ങി. അതോടെ പ്രശ്നം തീർന്നു. അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ ആയേ. ഓ, അത് വല്ലാത്തൊരു കഥ തന്നെ. അല്ല, നീയും നിൻ്റെ വലിയേട്ടനുമായിട്ട് എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഓ, ഞങ്ങൾ തമ്മിൽ 11 വയസ്സിന് ഡിഫറൻസ് ഉണ്ട്. ഞാനും കൊച്ചേട്ടനും 6 വയസ്സിനും. 11 വയസ്സോ? വാവ്, അതൊരു ഹ്യൂജ് ഡിഫറൻസ് തന്നെയാണ് മോളെ. അപ്പം നിന്നെ പൊന്നു പോലെ കൊണ്ടുനടന്നിട്ടുണ്ടാവുമല്ലോ. നീ ഇത്തിരി പോകുന്ന സാധനമാവില്ലേ അവൾക്ക്? പൊന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഈ വീട്ടിലെ ചെറിയ കുട്ടിയായതുകൊണ്ട് ആ പരിഗണന എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വലിയേട്ടനും കൊച്ചേട്ടനും സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വലിയേട്ടൻ ഒരു അച്ഛൻ്റെ സ്നേഹം തരുന്നത് വെച്ചാൽ കൊച്ചേട്ടൻ ഒരു ചേട്ടൻ്റെ സ്നേഹം തരില്ലേ. അതുകൊണ്ട് തന്നെ വലിയേട്ടൻ്റെ അടുത്ത് നിന്ന് കുറേ ചീത്ത എനിക്ക് കിട്ടിയിട്ടുണ്ട്. കൊച്ചേട്ടൻ ചീത്ത പറഞ്ഞാൽ പോലും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ വലിയേട്ടൻ പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്കാകെ സങ്കടമാവും. അതുകൊണ്ട് ഞാനധികം വലിയേട്ടനോട് അധികം അടി ഉണ്ടാക്കാൻ പോകാറില്ല. അങ്ങനെ ഒരു ഹ്യൂജ് ഡിഫറൻസ് അവരുടെ ഇടയിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ നിൻ്റെ വലിയേട്ടൻ്റെയും വലിയേട്ടത്തിൻ്റെയും ലവ് സ്റ്റോറി പറ, എനിക്കത് കേൾക്കാൻ നല്ല താല്പര്യമുണ്ട്. അവർ രണ്ടാളെ കാണാൻ എന്ത് ഭംഗിയാ, മെയ്ഡ് ഫോർ ഈച്ചർ പോലെ ഉണ്ട്. നീ അവർ ലവ് സ്റ്റോറി പറ. എങ്ങനെ അവൾ കണ്ടുമുട്ടി, എങ്ങനെ ഇഷ്ടപ്പെട്ടു, എങ്ങനെ കല്യാണം കഴിച്ചു. പണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ലവ് സ്റ്റോറി എന്തായാലും നല്ല രസമാവും. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ലടി. ആയിഷ്, നീ മൂഡ് കളയണ്ട, പറ. ഞാൻ ആരോടും പറയുന്നില്ല. ക്രിഞ്ച് പരിപാടിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, കേട്ടിരിക്കാൻ രസമാവും. നിൻ്റെ ഏട്ടനൊരു ദേഷ്യക്കാരനല്ലേ, നിൻ്റെ ഏട്ടത്തിയാണെങ്കിൽ ഒരു പാവം. അപ്പം അവർ തമ്മിലുള്ള ലവ് സ്റ്റോറി നല്ല രസമാവും. നീ ഒന്ന് പറ. എടി, എനിക്കൊന്നും പറയാനില്ല, കാരണം അവൾ തമ്മിൽ ലവ് സ്റ്റോറി ഒന്നുമില്ല. അവളെ ലവ് മാരേജ് ഒന്നുമല്ല അതിന്. ഓ, അതെന്നെ നെഞ്ചു കൊണ്ടു. സാരല്ല, ചിലപ്പം അങ്ങനെയാവാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ലവ് സ്റ്റോറി ഒന്നുമില്ലല്ലേ? ചേടാ, എന്നാൽ പെണ്ണ് കാണാൻ പോയ കാര്യങ്ങളും പറ. നിൻ്റെ ഏട്ടൻ കണ്ട് മതി മറന്നു പോയതും ഒക്കെ എന്തെങ്കിലും നീ പോയിണ്ടാവല്ലോ കൂടെ. നീ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ അതേപ്പറ്റി. എടി, അവരെ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷേ അത് അവരതാവത്തില്ലെന്ന് മാത്രം. അത് വഴി തിരിഞ്ഞ് വേറെ ഇതിലൂടെയൊക്കെ പോകും. അതുകൊണ്ട് അതങ്ങനെ പറയാൻ രസമുള്ള കഥയൊന്നുമല്ല. അവരെ കല്യാണത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഇവിടെ അങ്ങനെ വലുതായിട്ട് നടന്നിട്ടില്ല. പെണ്ണ് കാണലില്ല, പാർട്ടിയില്ല, ഒന്നുമില്ല. ഞാൻ തന്നെ വലിയേടത്തിനെ കല്യാണത്തിനെന്നാ കാണുന്നത്. അതിനു മുമ്പേ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഏട്ടൻ അതും കണ്ടില്ലായിരുന്നു. ഏട്ടൻ ഏട്ടത്തിനെ കാണുന്നത് കല്യാണത്തിനന്ന് തന്നെ ആവണം. ഓ മൈ ഗോഡ്, അപ്പോൾ അവർ കല്യാണത്തിന് മുമ്പ് നേരിട്ട് കണ്ടിട്ടേ ഇല്ല? ഇതൊക്കെ ഇവിടുത്തെ ആചാരത്തിൻ്റെ കാര്യങ്ങളാണോ, ഇങ്ങനെ കല്യാണത്തിന് മുമ്പ് നേരിട്ട് കാണരുത് എന്നുള്ളതൊക്കെ? ഏയ്, ഇവിടെ അങ്ങനെ കല്യാണപരമായിട്ടുള്ള വലിയ ആചാരങ്ങളൊന്നുമില്ല. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വലിയേട്ടത്തേക്ക് ഇതൊരു അറേഞ്ച് മാരേജാണ്. പക്ഷേ എൻ്റെ വലിയേട്ടൻ ഇതൊരു ഫോഴ്സ്ഡ് മാരേജാണ്. അതാ. ഓ, ഫോഴ്സ്ഡ് മാരേജോ? അപ്പം നിൻ്റെ ഏട്ടന് ഇഷ്ടമില്ലാത്തൊരു കല്യാണത്തിനെയാണോ നിർബന്ധിച്ചത്? അതെന്തായാലും വേണ്ടില്ലായിരുന്നു. അല്ല, ഇങ്ങനെ തന്നെയാണോ നിൻ്റെ കൊച്ചേട്ടൻ്റെ കല്യാണം? വലിയേട്ടൻ്റെ കല്യാണം വലിയൊരു പ്രശ്നത്തിലാണ് അവസാനിച്ചത്. അതുകൊണ്ടാണ് വലിയേട്ടനെ അമ്മയ്ക്കും അച്ഛനും നിർബന്ധിക്കേണ്ടി വന്നത്. അല്ലാണ്ട് എൻ്റെ വലിയേട്ടൻ്റെ താല്പര്യങ്ങൾ എതിരെ നിൽക്കുന്നവരൊന്നല്ല എൻ്റെ അമ്മയും അച്ഛനും. വലിയേട്ടനല്ല, എൻ്റെ ആയാലും കൊച്ചേട്ടൻ്റെ ആയാലും അങ്ങനെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും വലിയ എതിർപ്പൊന്നും ഉണ്ടാവാറില്ല ഞങ്ങളുടെ കാര്യത്തിൽ. പക്ഷേ ഇതങ്ങനെ ആവേണ്ടി വന്നുപോയി. ഒരുപാടുണ്ട് ആ കഥകൾ. പക്ഷേ കൊച്ചേട്ടൻ്റെ ഇങ്ങനെയൊന്നുമല്ല കേട്ടോ.
കൊച്ചേട്ടൻ്റെ അടിപൊളി കല്യാണമായിരുന്നു. കൊച്ചേട്ടൻ്റെത് ഒരു ലവ് അറേഞ്ച് മാരേജാണ്. അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് തമ്മിൽ ഇഷ്ടമായിരുന്നു, പക്ഷെ തുറന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ നിന്നൊരു ആലോചന കൊച്ചേട്ടത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അങ്ങനെ അവലും അത് സമ്മതിച്ചു. അങ്ങനെ നടന്നൊരു ബ്യൂട്ടിഫുൾ കല്യാണം അവരത്. ഇപ്പം അങ്ങനെ ഹാപ്പിയായി അടി ഉണ്ടാക്കി നടക്കുന്നു. ഞാൻ നിന്റെ കൊച്ചേട്ടൻ്റെ ടീമാ. മൂപ്പര് അല്ലെങ്കിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി മൂപ്പര് പൊളിയാ. ഉണ്ടമ്പരിയ ആ തലക്കകത്തൊന്നുമില്ല, അതുകൊണ്ട് കാണിച്ചു കൂട്ടുന്നൊക്കെ, അല്ലാണ്ട് ഒന്നുമില്ല. പിന്നെ ഒരു അപ്പൂൻ്റെ കാര്യം പറഞ്ഞല്ലോ വലിയേട്ടത്തി, അതാരാ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞേ? ഓ അവനോ? അവൻ വലിയേട്ടത്തിന് അനിയനാ. അവൻ എന്തോ ആണെന്നൊരു വിചാരം അവനുണ്ട്, പക്ഷെ അവനൊന്നുമല്ല, മഹാചത്യ. അതുകൊണ്ട് അവൻ ആ വീട്ടോട്ടേക്ക് നിർത്താൻ പറ്റാത്ത ഇങ്ങോട്ടേക്ക് നിലപ്പിക്കുന്നത്. അവനോടൊന്നും മിണ്ടാൻ പോണ്ട, അവനൊക്കെ എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഓ അത്രയും പ്രശ്നമാണോ? എന്നാ നമുക്കൊന്ന് നോക്കണല്ലോ ഞാനേ. ഈ പ്രാവശ്യം വരട്ടെ, അവനൊരു പണി കൊടുക്കാം. നിങ്ങൾക്കറിയോ, അവനൊരു അമൂൽ ബേബിയാണ്. എപ്പോഴും ബനാന മിൽക്ക് എന്ന് നടക്കും. അതുകൊണ്ട് അവനെ നമ്മളെ കൈവശാക്കാൻ നമുക്ക് വലിയ പണിയൊന്നും വരില്ല. എടി നന്ദു, വാ ചായ കുടിക്കാം. അവരൊക്കെ വിളിക്കിട്ടോ. നിങ്ങൾ വാ, ഇനി ചായ കുടിച്ചിട്ടാക്കാം. ചിത്ര, എന്താ കണ്ടേട്ടാ? എന്തേ വേണോ? അത് എടി എൻ്റെ മൂഡ് തീരെ ശരിയല്ലായിരുന്നു നേരത്തെ. അതാ, എനിക്കറിയാലോ ഇന്നത്തെ ദിവസത്തിനെ പറ്റി, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പൂനെ കൂട്ടാൻ ഞാൻ പോയിക്കോളുണ്ട്. അയ്യോ കണ്ടേട്ടാ, എനിക്കതൊന്നും കുഴപ്പമില്ല. വേറെ ആർക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാവും കണ്ടേട്ടനെ. ഇതിൻ്റെയൊക്കെ ഇടയിൽ ആ റോഡിൻ്റെ കാര്യം നന്ദുവിനോട് പറയാനും മറന്നുപോയി. പാവം ഒരുപാട് നടന്നിട്ടുണ്ടാവൂലേ ആ ലഗേജൊക്കെ പിടിച്ചിട്ട്? കുറച്ച് നടന്നിട്ടുണ്ടാവും പാവം, അതിന് വഴി ഓർമ്മയില്ല. അതിൻ്റെ പരിഭവം വന്നപ്പോൾ തന്നെ എന്നോട് പറയുകയും ചെയ്തു, കണ്ണേട്ടനെ കാണട്ടെ എന്നാ പറഞ്ഞത്. കണ്ടു കഴിഞ്ഞാൽ ഷെയ്പ്പാക്കുമെന്നും പറഞ്ഞു. എവിടെ, കണ്ണേട്ടനെ കണ്ടപ്പോൾ തന്നെ അതൊക്കെ ആദ്യമായി പോയെന്നാ തോന്നുന്നത്. പിന്നീട് അക്ഷരം വേണ്ടിയിട്ടില്ല. വെറും ഉടായിപ്പ, വെറും പറച്ചിൽ മാത്രമേ ഉള്ളൂ എല്ലാത്തിലും. അവള് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലുതായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതിന് അവളെ എവിടെ വലുതായിക്കുന്നു? ആ കുട്ടികളുടെ സ്വഭാവം തന്നെ അവൾക്ക് ഇപ്പോഴും. അതിലൊന്നും വലിയ മാറ്റമില്ല. ശരീരം കുറച്ച് വലുതായി, വലിപ്പം വെച്ചു, പ്രായം കുറച്ച് കൂടി എന്നല്ലാണ്ട് വേറൊരു വ്യത്യാസം ഞാൻ അവളുടെ കാണുന്നില്ല. നീ എന്താ അവിടെ ചെയ്യുന്നത്? നീ വാ. ഈ തുണിയൊക്കെ എടുത്തു വെക്കട്ടെ കണ്ണേട്ടാ, ഇല്ലെങ്കിലേ ഇതൊക്കെ ഇവിടെ കിടക്കുകയുള്ളൂ. ഓ ഇത്രയും തുണിയുണ്ട് ഇനിവിടെ? പിന്നെ കണ്ണേട്ടാ, ഒരു കാര്യം പറയണ്ടേ എനിക്ക്. നാളെ ഒന്ന് അമ്പലത്തിൽ പോകണം. അമ്മ അവിടെ ഒരു പൂജ കഴിപ്പിച്ചിട്ടുണ്ട്. എന്തിനുള്ള പൂജ? ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ നന്ദു തിരിച്ചു വന്നേൻ്റെയോ? എന്തിനുള്ളതാ? നിന്നോടാ ചോദിച്ചേ എന്തിനുള്ള പൂജയാന്ന്. തുടങ്ങി മനുഷ്യന്റെ സമാധാനം നഷ്ടപ്പെടുത്താനായിട്ട്. അവളും അമ്മയും പാടെ കുറെ ആയത് കുറെ പൂജ ചെയ്ത് നടക്കുന്ന പരിപാടി. കണ്ണേട്ടാ, അമ്മേനെന്തിനാ അതിന് പറയുന്നത്? നമ്മളെ നല്ലതിന് വേണ്ടിയല്ലേ അമ്മ അത് കാട്ടിക്കൂട്ടുന്നത്. ഓ നല്ലതിന് വേണ്ടി, എന്നിട്ട് നല്ലത് തന്നെ നടക്കുന്നുണ്ട്. കുറെ ആയി ഞാൻ ഇത് കേൾക്കുന്നു. 3 കൊല്ലമായി ഈ പൂജന്റെ വഴിക്ക് നീയും അമ്മയും പാടെ നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടായോ? പറയടി, എന്തെങ്കിലും ഉണ്ടായോന്ന്. ഈ പൂജയൊക്കെ ചെയ്തിട്ട് നമുക്കില്ലാത്ത സാധനം കിട്ടുന്നാണോ നിന്റെ വിചാരം? നീ ഒന്ന് ലോജിക്കലി ചിന്തിക്ക് ചിത്ര. അല്ല, ഇങ്ങനെ പൂജ ചെയ്തിട്ടാവും ഞാനും നിതിനും നന്ദു ഒക്കെ അമ്മയ്ക്ക് ഉണ്ടായത്. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞു ഏറിപ്പോവും. ചിത്ര, നീ കരയാൻ വേണ്ടി പറയുന്നതല്ല. നിനക്ക് അത്രയ്ക്കോ ഉറപ്പുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഡോക്ടറെ കാണാൻ പോവാം. ഈ പൂജയൊക്കെ ഒന്ന് അവസാനിപ്പിക്കേ. അതിലൊന്നും എനിക്കിപ്പോൾ തീരെ വിശ്വാസമല്ല. അതുകൊണ്ട് പറയാ, നമുക്ക് നാളെ രാവിലെ തന്നെ ഡോക്ടറെ കാണാൻ പോവാം. എന്നിട്ട് ഡോക്ടർ എന്താ പറയുന്നത് വെച്ചാൽ അതുപോലെ ചെയ്യാം. എനിക്കറിയാം നീ ഇതിൻ്റെ പേരിൽ ഒരുപാട് വേദനിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അതാദ്യം നീ ഒന്ന് മനസ്സിലാക്ക്. ചേച്ചി, വലിയേട്ടാ, വാ ചായ കുടിക്കാം. നീ വാ, കണ്ണടയ്ക്ക്. പിന്നെ ഇതിനെ പറ്റി വലിയ സംസാരമൊന്നും വേണ്ട നമുക്ക്. വെറുതെ എന്തിനാ?
നമുക്ക് ഇപ്പം ഉള്ള സമാധാനമുണ്ട്, അതും കൂടി ഇല്ലാണ്ടാവും. എൻ്റെ കൊച്ചേടത്തി ആ ഉണ്ണിയപ്പത് അവൻ്റെ മുമ്പിൽ അങ്ങ് വെച്ചു കൊടുത്തേക്ക്. അതും പറഞ്ഞിട്ടാണ് ഞാൻ അത്രയും നടത്തിപ്പിച്ച് കൊണ്ടുവന്നവനെ. ഓ അങ്ങനെയാണോ? എന്നാലേ ഇത് മൊത്തം നീ കഴിച്ചോ, ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല. ആ, ഇവിടെ എല്ലാവരും കൂടെ സ്ഥാനം പിടിച്ചോ? ആ വലിയേട്ടൻ വാ, ഇവിടെ എൻ്റെ വലിയേട്ടനുള്ള സ്ഥാനം ആർക്കും ഞാൻ കൊടുക്കില്ല. ഓ എന്താ ഇത് എൻ്റെ പൊന്നേട്ടാ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. ഇവളെയൊന്നും വിശ്വസിച്ചേക്കരുത്. ഇവള് സോപ്പിടലിൻ്റെ വലിയ ആളാ. സോപ്പിട്ട ഒരാളെ നിർത്തി മയക്കിയെടുക്കാനേ ഇവളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആള്. നിങ്ങൾക്കും നിങ്ങളെ ഭാര്യയ്ക്ക് അസൂയ. ആ ആ ഒന്നും പറയാതെ എന്നെ അതിൽ പിടിച്ചിട്ടേ. ആ നീ അങ്ങനെ എൻ്റെ ഉണ്ണിയപ്പം തിന്നണ്ട അല്ലേ. എന്തോ നാടി, അതിനെ വെറുതെ വിട്. ആ നീ പോയിട്ടെ ആ അടുക്കളയിൽ ഞാൻ അട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതെങ്ങ് എടുത്തു വാ. ഓ വലിയേട്ടത്തി വാ, നമുക്ക് ഒരുമിച്ച് ഇരുന്ന് തിന്നാം. ഇന്ന് എല്ലാവരും ഒരുമിച്ച് കഴിക്കാം, അതാ രസം ഉണ്ടാവുക. ആ ആയിക്കോട്ടെ, അവളും കൂടി വരട്ടെ, എന്നിട്ടിരിക്കാം. നിരഞ്ജ, നിനക്കൊന്നും എങ്ങോട്ടേം പോവാണ്ടോ? ഇല്ലച്ചാ, ഇവരൊക്കെ വന്നാലേ അപ്പം എങ്ങോട്ടും പോകുന്നില്ല എന്ന് വിചാരിച്ചു. അയ്യോ അടുക്കളയിൽ നിന്നല്ല ശബ്ദം, അവളെ കയ്യിൽ നിന്ന് എന്തൊക്കെയോ പൊട്ടിയും തോന്നുന്നു. ഞാൻ ഒന്ന് പോയി നോക്കി വരാം. അമ്മേ, അവളാട്ട പൊട്ടിച്ചത് ഞാനല്ലേ, നിന്നെ പറഞ്ഞു വരണ്ട. നീ പോടാ, അവളെ കയ്യിൽ നിന്ന് ആദ്യമായിട്ടൊരു സാധനം പൊട്ടുന്നത്. ആ അതെന്തോ കയ്യിൽ നിന്ന് വീണതാവും. എന്താടി ശബ്ദം കേട്ടെ? എന്താ പൊട്ടിയേ? അയ്യോ അഞ്ജു,